ഈസ്റ്റളേരി പഞ്ചായത്ത് UDF പൊതുയോഗം നടന്നു. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് ബൈ സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. ഈസ്റ്റളേരി പഞ്ചായത്ത് UDF തെരഞ്ഞെടുപ്പ് പൊതുയോഗം ചിറ്റാരിക്കൽ ടൗണിൽ KPCC വർക്കിംഗ് പ്രസിഡന്റ് PC വിഷ്ണുനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പഞ്ചായത്തിന്റെ പുരസ്കാരങ്ങൾ വരെ കരസ്ഥമാക്കിയ ഒരു പഞ്ചായത്താണ്. ഞാൻ അദ്ദേഹത്തെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയാണ്. അഴിമതിയുടെ കടമില്ലാതെ, അന്വേഷണങ്ങൾ നേരിടാതെ, സത്യസന്ധമായ പ്രവർത്തനങ്ങളിൽ കൂടി ഈ പഞ്ചായത്തിനെ മുന്നോട്ട് നയിച്ചു. ആ വികസനത്തിന് ഒരു തുടർച്ചയുണ്ടാകണം. തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ശക്തിക്കും ചിറ്റാരിക്കൽ പോലെയുള്ള കോൺഗ്രസിന്റെ തറവാട്ടിൽ സ്ഥാനമില്ല എന്നുള്ള തീരുമാനമെടുത്തായിരിക്കണം നമ്മൾ ഓരോരുത്തരും ഇവിടെ നിന്ന് പോകാൻ. കോൺഗ്രസ് ആണ് ജയിക്കേണ്ടത്, വ്യക്തികളല്ല. ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തിയും PCC പ്രസിഡന്റോ PC വിഷ്ണുനാഥോ ഹക്കീം കുന്നിലോ വ്യക്തി എന്ന നിലയിൽ ആരുമല്ല. നമ്മൾ എന്തെങ്കിലും ആയത് എന്തുകൊണ്ടാണ്? ഞാൻ കരുതിയാണ്, ഞാൻ 3 തവണ MLA ആയി. 26ാമത്തെ വയസ്സിൽ കോളേജിൽ പഠിക്കുമ്പോൾ MLA ആയ ആളാണ് ഞാൻ കരുതിയാണ് എന്റെ മഹത്വം കൊണ്ടാണ് ഞാൻ MLA ആയെന്ന് ഞാൻ ചിന്തിച്ചാൽ അന്ന് എന്റെ അവസാനം തുടങ്ങുക. കേരളത്തിന്റെ മുഖ്യമന്ത്രി അവർ ആഗ്രഹിക്കുന്ന സമയത്ത് പോയി കാണാൻ പറ്റൂ? അവിടെ ആരെങ്കിലും കേട്ടു? അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ വന്നതിന് തിരുവനന്തപുരം ജില്ലയിലെ ഒരു CPM MLA മുഖ്യമന്ത്രി ശകാരിച്ച കാര്യം എനിക്കറിയാം. അപ്പോയിന്റ്മെന്റ് MLA ആണ്. ഉമ്മൻചാണ്ടിയുടെ 12 മണിക്ക് അവർക്ക് കാണാം രാത്രിയിൽ. ആരും തടയില്ലായിരുന്നു അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നാൽ. തടയോ? 10 മണി കഴിഞ്ഞാൽ അദ്ദേഹമാണ് വീട്ടിലെ ഫോൺ എടുക്കുന്നത്. കാരണം സ്റ്റാഫിനോടും മറ്റു പോലീസുകാരോടും എല്ലാം പറയും, നിങ്ങൾ കിടന്നുറങ്ങിക്കോളാൻ പറയും. പഞ്ചായത്ത് UDF ചെയർമാൻ ടോമി പ്ലാച്ചേരി അധ്യക്ഷത വഹിച്ചു. അതോടൊപ്പം പദ്ധതി വിഹിതം 100% ചെലവഴിച്ചുകൊണ്ട് കേരളത്തിലെ മറ്റു പഞ്ചായത്തുകളിൽ ഒക്കെ പിന്നിലാക്കിക്കൊണ്ട് 1ാം സ്ഥാനത്ത് നമുക്ക് എത്തുവാൻ സാധിച്ചു. DCC പ്രസിഡന്റ് PK ഫൈസൽ, ജോസഫ് മുത്തോലി, MK ഗോപാലകൃഷ്ണൻ, ജോർജ് കുട്ടി കരിമടം, തോമസ് മാത്യു മണ്ണനാൽ, ഫിലോമിന ജോണി ആക്കാട്ട്, മാത്യു പടിഞ്ഞാറൽ, ഷാജഹാൻ തട്ടാമ്പറമ്പിൽ, കുര്യാച്ചൻ പുളിക്കപ്പടവിൽ എന്നിവർ പ്രസംഗിച്ചു. ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.